നമസ്കാരം സാർ. മനുഷ്യനെ സ്നേഹിച്ച ഒട്ടകം അത് നമ്മുടെ രണ്ടാമത്തെ നോവലാണ്. അത് പ്രസിദ്ധീകരിക്കുമ്പോൾ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനകത്ത് പ്രസിദ്ധീകരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് വേണം, ഈ നോവൽ കേരളീയ സമൂഹം വായിക്കണമെന്ന്, നിർബന്ധമായി വായിച്ചിരിക്കണമെന്ന്. അത് മണലാരണ്യത്തിലെ ആ സംഭവങ്ങളൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അന്ന് ഒരു പക്ഷേ പ്രസിദ്ധീകരണ വേളയിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ പുസ്തകം എഴുതാനുള്ള ഒരു പശ്ചാത്തലം അതൊന്ന് പറയാം. നമ്മൾ ജീവിക്കുന്നത് ഈ നുണകളുടെ ലോകത്താണ്. നുണകൾ ഉണ്ടാക്കുന്ന ജീവിത പ്രതിസന്ധികൾ ചിലപ്പോൾ വലിയ വലിയ ദുരന്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പല ഉദാഹരണങ്ങളും നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ നുണകൾ കേട്ടിട്ട് ഉടനെ തന്നെ നമ്മൾ വികാരം കൊണ്ട് അതിക്രമം പ്രവർത്തിക്കാറുണ്ട്. അത് സാധാരണ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരാൾ ഒരു വാർത്ത വന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്ന് പറഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ എടുത്തു ചാടി പുറപ്പെട്ടാൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതം തന്നെ വളരെ വലിയ ഒരു അപകടത്തിലേക്ക്, ഒരു ദുരന്തത്തിലേക്ക് ചെന്നെത്തും. ഇത്തരം ഒരു സംഭവത്തിൽ എൻ്റെ ഒരു ജീവിതാനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഞാൻ മിക്കവാറും ആഴ്ചകളിൽ അവിടെ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി പോകുമായിരുന്നു. അവിടെ വെച്ച് ഒരു സുഹൃത്തിനെ, അവിടെ ജയിലിലുണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടപ്പോൾ അയാൾ ആ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത്. ജയിൽ പുള്ളികളായ ഒരു കൂട്ടം ആളുകൾ. അതിലൊരാൾ വളരെ മൗനമായി ഒരറ്റത്ത് ഒഴുകിയിരിക്കുന്നത് കണ്ടു. ഞാൻ അയാളോട് അടുത്ത് പോയി ചോദിച്ചു, എന്താണ് ഇയാൾ ഇങ്ങനെ മാറി നിൽക്കുന്നത്? അപ്പം അയാൾ വളരെ സങ്കടപൂർവ്വം പറഞ്ഞു, സാർ, ഞാൻ അടുത്ത ആഴ്ച ഇവിടെ നിന്ന് വിമോചിതനാവുകയാണ്. ജയിലിൽ നിന്ന് എനിക്ക് മോചനം ലഭിച്ചു. പക്ഷെ ഞാൻ എവിടെ പോകും, എങ്ങനെ പോകും, എവിടെയാണ് പോകേണ്ടത്? ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. ഞാൻ ചോദിച്ചത്, അപ്പം നിങ്ങൾ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമോ? സ്വാഭാവികമായി സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അത് പിന്നെ എന്താ ഇത്ര ദുഃഖം? അപ്പം അയാൾ പറഞ്ഞു, സാർ, ഞാൻ ഗൾഫിലായിരുന്നു, വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഞാൻ ജോലി ലീവിൽ ഇവിടെ നാട്ടിൽ വരുമ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കളുമായി ഞാൻ ഒരു ദിവസം സിനിമയ്ക്ക് പോയി. സെക്കൻഡ് ഷോ സിനിമ കണ്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളും ഞാനുമായി കുറച്ച് മദ്യപിച്ചു. അങ്ങനെ മദ്യപാനം തലക്കി പിടിച്ചു വരുന്ന സന്ദർഭത്തിൽ സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞു, നീ ഗൾഫിലൊക്കെ പോയി കറങ്ങി നടക്കുന്നു, നീ എന്തിനാ എത്ര ആവേശത്തിൽ പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? അതെൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ പോവാണ്, അത്യാവശ്യമായിട്ട് പോകണം, അവൾ ഒറ്റയ്ക്ക് കുഞ്ഞും അവൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ പോവാണെന്ന് പറഞ്ഞു. പക്ഷെ അയാൾ ഇവനെ തമാശക്കാണോ എന്നറിയില്ല പറഞ്ഞു, ഈ ഗൾഫിലായിരിക്കുമ്പോൾ അവളുടേതായ സ്വാതന്ത്ര്യത്തിൽ അവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത് നിനക്കെല്ലാം അറിയാം. അവർക്ക് പലരുമായ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഒരു തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നുണ അയാൾ പറഞ്ഞത് ഇയാളെ മനസ്സിൽ വല്ലാത്ത ആഘാതമുണ്ട്. അയാൾ നേരെ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടി തുറക്കാൻ കുറച്ച് വൈകി. ഭാര്യ അയാളെ പ്രതീക്ഷിച്ചിരുന്നിരുന്ന് ഉറങ്ങിപ്പോയതാണ്. നേരെ വന്ന് വാതിൽ തുറന്ന് വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യുമ്പോൾ ഇയാളിൽ യാതൊരു ഇതുമില്ല. അതേസമയം രൂക്ഷമായി അവളെ നോക്കിക്കൊണ്ട് അവളെ ഒരു ശത്രുവിനെ പോലെ കാണുന്ന ഒരവസ്ഥ. അവളൊട്ടും പ്രതീക്ഷിച്ചില്ല. അവളെന്ത് പറഞ്ഞിരുന്നാലും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒടുവിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അയാൾ അവിടെ ഇരുന്നവർ കറക്കത്തിയെടുത്ത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു പെരുമാറുന്നത് ചോദിച്ചപ്പോൾ അയാളെടുത്ത് നല്ല ഒരു വെട്ടുകൊടുത്തു. ആ വെട്ടുകൊണ്ട് അവൾ വല്ലാതെ വിഷമിച്ച്
വീണ്ടും ഇയാൾ അടുത്തേക്ക് പോവാം. ഇയാൾ വീണ്ടും ആ കത്തിയെടുത്ത് അവളെ കുത്തി. അപ്പൊ ഈ ശബ്ദം കേട്ട് കുഞ്ഞു ഓടി വന്നു. കുഞ്ഞു ഓടി വന്നപ്പോ ആ കുഞ്ഞിനെ അയാള് മധ്യരവരി എടുത്ത് തള്ളി. ചെന്ന് നേരെ ആ കുഞ്ഞിൽ നിന്ന് മതിലിടിച്ച് ചുവരിലിടിച്ച് ബോധം കെട്ടി വീണു. ഈ ഭാര്യ രക്തത്തിൽ കുളിച്ച് നടക്കുന്ന കാഴ്ചയും കുഞ്ഞിന്റെ അവസ്ഥയും കണ്ട് ഇയാൾ ഞെട്ടി പുറത്തിറങ്ങി ഓടി ബഹളം വയ്ക്കാൻ തുടങ്ങി. നാട്ടുകാർ ഓടി കണ്ടപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഭാര്യ ഏതാണ്ട് ബോധം ക്ഷയമുണ്ടായി, കുഞ്ഞിന് ബോധമില്ല. രണ്ടുപേരെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ വെച്ച് ഭാര്യ മരിക്കുന്നു, ആശുപത്രി വെച്ച് കുഞ്ഞ് മരിക്കുന്നു. ഈ സംഭവം കോടതിയിൽ വന്നു, കേസായി. അവസാനം കോടതി ഇയാളെ ശിക്ഷിച്ചു. ശിക്ഷിക്കുന്നതിന് മുമ്പ് ഇയാൾ പറഞ്ഞു, ഇതാണ് സംഭവിച്ചത്, ഞാൻ നിരപരാധി എന്ന് പറയാൻ പറ്റില്ല, ഞാൻ കൊലയാളിയാണ്, എനിക്ക് ഈ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ ഇയാളെ ജയിലിലേക്ക് 12 വർഷത്തേക്ക് ശിക്ഷിക്കുകയാണ്. പക്ഷെ ഇളവ് കിട്ടി അവസാനം 6-7 വർഷം ആയി ചുരുങ്ങി അയാളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക. അയാൾ പറയുന്ന കാര്യം, ഞാൻ ഇനിയും ഈ നാട്ടിൽ പോയി എൻ്റെ വീട്ടിൽ പോയി, എനിക്ക് എൻ്റെ വീട്ടിലെ എൻ്റെ കുഞ്ഞില്ല, എൻ്റെ ഭാര്യയില്ല, എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന എൻ്റെ ഭാര്യയില്ല, ഞാൻ വളരെ കണ്ണിലുണ്ണായി കണ്ടിരുന്ന എൻ്റെ കുഞ്ഞുമില്ല, ഇവ രണ്ടും ഇല്ലാത്ത ആ ലോകത്ത് ഞാൻ ഇനി എന്തിനാണ് ജീവിക്കുന്നത്? എനിക്ക് ഇവിടെ കിടന്ന് മരിച്ചാൽ മതി, എനിക്ക് മരണമാണ് യഥാർത്ഥത്തിൽ എനിക്ക് തരേണ്ടത് എന്ന് അയാൾ കരഞ്ഞു വിളിച്ചു. ഇത് ഒറ്റപ്പെട്ട സംഭവമില്ല, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ മദ്യലഹരിയിൽ പെട്ടുപോകുന്ന സുഹൃത്തുക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ അതുപോലെ വികാരപരമായി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ നുണ വലിയ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ സത്യം പരിശുദ്ധ ഖുർആനിലെ വളരെ നല്ല വ്യക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ്. ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ ഒരു നുണയുമായി വന്നാൽ, അല്ലെങ്കിൽ ഒരു വാർത്തയുമായി വന്നാൽ, ആ വാർത്തയുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ നിങ്ങൾ എടുത്തു ചാടി പുറപ്പെടരുത്. പുറപ്പെട്ടാൽ നിങ്ങൾക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, അതുകൊണ്ട് അപരിഹാര്യമായ ജീവിതം നിങ്ങൾ പിന്നീട് വിഷമത്തോടും വേദനയോടും ജീവിച്ചു തീർക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു അവിവേകി നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്ന വാർത്തയുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ എടുത്തു ചാടരുത്. ഈ സംഭവങ്ങളാണ് എന്നെ ഈ മനുഷ്യനെ സ്നേഹിച്ച ഒട്ടകം എന്ന ഈ കഥ എഴുതാൻ പ്രേരിപ്പിച്ച ഘടകം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനായ PM പണിക്കരുടെ ജന്മദിനമായിട്ടാണ് ആചരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളിലും മറ്റ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും വായനാ ദിനത്തെ ആചരിക്കുന്നു. ശരിക്കും ഇന്നത്തെ മനുഷ്യ സമൂഹത്തിന് ഈ വായനയും എഴുത്തും എങ്ങനെയാണ് ഗുണകരമാകുന്നത്? ഇപ്പോഴേ സാധാരണ അടുത്ത കാലത്തായിട്ട് പറയുന്നത് വായന മരിച്ചു എന്ന ഒരു ചൊല്ലുണ്ട്. പക്ഷെ വായന മരിച്ചിട്ടില്ല. പുസ്തകം വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, പക്ഷെ പുസ്തകം വായിക്കുന്ന ആളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ഓൺലൈൻ സംവിധാനങ്ങളാണ്. പക്ഷേ പുസ്തക വായനയും പുസ്തക വായനയല്ല, വായന വളരെ അനിവാര്യമായ ഒരാളിൻ്റെ ആരോഗ്യത്തിന് പോലും വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി ഓരോ നമ്മുടെ പ്രായത്തിനനുസരിച്ച് മെച്യൂരിറ്റി വരുന്ന സാധനമാണ്. അതേസമയം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ കുറഞ്ഞ് അതിൻ്റെ ശക്തി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ബുദ്ധി മെച്യൂരിറ്റി വരുമ്പോൾ ആ മെച്യൂരിറ്റിയെ നിലനിർത്തി മുമ്പോട്ട് പോകണമെങ്കിൽ
എപ്പോഴും ആക്റ്റീവായി നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കണം. അതിന് വായന വളരെ വലിയ പങ്ക് വഹിക്കും. നമ്മളൊരു സിനിമ കാണുകയോ അതല്ലെങ്കിൽ ഒരു സീരിയൽ കാണുകയോ ചെയ്തതുകൊണ്ട് അത് നമ്മുടെ കണ്ണിനെ മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ. മനസ്സിനെയും ചിന്തയെയും അത് സ്വാധീനിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ കണ്ടു പോയി കഴിഞ്ഞാൽ അതോടുകൂടി നമ്മളത് അവസാനിച്ചു പോകും. ഒരു വായിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വായനയിൽ പറയുന്ന കാര്യങ്ങൾ, വാക്കുകൾ, ചിന്തകൾ അയാളുടെ മനസ്സിലൂടെ, ഒരു കഥയായിരുന്നാലും നോവലായിരുന്നാലും ജീവചരിത്ര ഗ്രന്ഥങ്ങളായിരുന്നാലും യാത്രാ വിവരണങ്ങളായിരുന്നാലും അയാൾ തന്നെ അയാളുടെ ചിന്തയിൽ ഒരു സങ്കല്പത്തിലൂടെ പല കാര്യങ്ങളും മനസ്സിലൂടെ അയാൾ നേരിടും. അപ്പോൾ സ്വാഭാവികമായും അയാൾ മനസ്സിൽ, ചിന്തയിൽ ഒരു ആക്ടിവിറ്റി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അയാളെ മെച്യൂരിറ്റി ഡൗണായി ഡെസ്പായി പോകുന്നില്ല, എപ്പോഴും ലൈവായി നിൽക്കും. അപ്പോൾ പ്രായം, ഈ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് പ്രായമാകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയുമായി ലൈവായിരിക്കണം. പ്രത്യേകിച്ച് വായന, അതുപോലുള്ള സംഗതികളുമായി എഴുത്ത്, അതുപോലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തായിരുന്നാലും ഒന്ന് എഴുതി നോക്കണം. എഴുതുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു 500 വാക്കുകൾ അറിയാമെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും. അപ്പം നമ്മൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു കാര്യം ഒരു സെൻറ്റൻസായി എഴുതാൻ നമുക്ക് കുറച്ച് ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഈ ആലോചന, ചിന്ത ഈ ലൈവായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ വായന വളരെ അനിവാര്യമാണ്. അപ്പോൾ വായിക്കുന്ന ഒരാളിനെയും വായിക്കാത്ത ഒരാളിനെ തിരിച്ചറിയാൻ ഞാൻ മുമ്പ് അതും എൻ്റെ ഈ പുസ്തകത്തിൽ മറ്റ് വായന ഒരു ലേഖന പരമ്പരയിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു ചൈനീസ് ചിന്തകൻ ലിങ് യൂട്ടാൻ എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ചിന്തകൻ്റെ ഒരു വലിയ റീഡിംഗ് ഉണ്ട്, ഫിലോസഫി. അതായത് നമ്മളൊരാളെ നമുക്ക് തന്നെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരു ദിവസം നമ്മൾ വായിക്കുന്ന ഒരു ദിവസവും വായിക്കാത്ത ദിവസവും നമ്മൾ കണ്ണാടി പോയി നോക്കണം. നമ്മൾ വായിക്കുന്ന ദിവസം നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ നമുക്കൊരു പ്രത്യേക ചാംനെസ് നമ്മൾ കണ്ണാടിയിൽ നമ്മുടെ മുഖഭാവത്തിൽ കാണാൻ പറ്റും. അതേസമയം വായിക്കാത്ത ദിവസം നമ്മുടെ മുഖഭാവം തന്നെ ഒരു ചാംനെസ് ഇല്ലാത്ത, നേരത്തെ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായി ഇതായിരുന്നു. ഇത് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വായന നമ്മുടെ ചാമനത്തെയും സൗന്ദര്യത്തെ പോലും വർദ്ധിപ്പിക്കുന്നുവെന്ന് ആ പുസ്തകം വായിക്കുന്നത് എൻ്റെ ഗ്രാജുവേഷൻ ലെവലിൽ യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന സമയത്താണ് ഈ ചൈനീസ് ചിന്തകൻ്റെ ലിങ് യൂട്ടാൻ്റെ ഈ പുസ്തകം ഞാൻ വായിക്കുന്നത്. മനസ്സിലായി? അന്ന് ഞാൻ തന്നെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അത് കറക്റ്റാണ്, അത് ഇന്നും കറക്റ്റാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്ന ദിവസം വായിക്കാത്ത ദിവസം നമുക്ക് ഒരു ഡൾനെസ് ഉണ്ടാവും. വായിക്കാത്ത ദിവസം, വായിക്കുന്ന ദിവസം നമുക്കെന്തോ ഒരു പുതുമ കിട്ടിയതുപോലെ, ഒരു ഊർജം കിട്ടിയതുപോലെ തോന്നുന്നു. അതുകൊണ്ട് വായന നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മുടെ ചിന്തയ്ക്ക് നല്ലതാണ്, നമ്മുടെ നിലനിൽപ്പിനും മെച്യൂരിറ്റിക്കും നല്ലതാണ്. പക്ഷേ വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ വായിക്കാൻ സമയമില്ലാത്തതാണ് വിഷയം. വായിക്കാൻ ഒരുപാട് സാധനങ്ങളുമായി നമ്മൾ എൻഗേജാണ്, അതാണ് വിഷയം. അപ്പോൾ വായന മരിക്കുന്നില്ല. വായന തീർച്ചയായിട്ടും അനിവാര്യമായും ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഒരു ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിക്ക് ഡെവലപ്മെൻറ്റ്സിന് വളരെ അനിവാര്യമാണ്. എൻ്റെ ആദ്യത്തെ നോവൽ നബിമാനസമാണ്. നബിമാനസം എന്നുള്ള നോവലാണ് ആദ്യം. അപ്പോൾ ഈ മുഹമ്മദ് നബിയെക്കുറിച്ച് ഒരുപാട് ജീവചരിത്രങ്ങളും കഥകളും ഒക്കെ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായി ഈ നോവൽ എഴുതാനുള്ള, ഈ നബിയെക്കുറിച്ച് എഴുതാനുണ്ടായ ആ സാഹചര്യം, ഒന്നാമതായി നബിമാനസം എന്നുള്ളത് നോവലല്ല. എൻ്റെ ആദ്യത്തെ നോവൽ നേരത്തെ പറഞ്ഞതാണ്. നബിമാനസം ഒരു ജീവചരിത്ര ഗ്രന്ഥം, നോവലല്ല. പക്ഷേ അത് നോവൽ പോലെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ നരേഷൻ അങ്ങനെ, അതങ്ങനെ എഴുതാൻ ഒരു പ്രധാന കാരണമുണ്ട്. അത്
മുഹമ്മദ് നബിയെക്കുറിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകളുള്ള ഒരു പ്രവാചകനാണ്. അതായത് ഇന്നും പ്രവാചകനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഈ മുഹമ്മദ് നബി കൊണ്ടുവന്ന ആശയത്തോടുള്ള വിരോധവും ശത്രുതയാണ്. മനുഷ്യനെ മനുഷ്യരായി കാണുകയും എല്ലാ മനുഷ്യരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണെന്നും പരസ്പരം സഹോദരങ്ങളാണെന്നും അവർ സ്നേഹിക്കേണ്ടവരും ഒരുമിച്ച് നിൽക്കേണ്ടവരുമാണെന്നും അവർ അന്തിമം വരെ അങ്ങനെ നിൽക്കണമെന്നും വളരെ ശക്തമായി പറയുന്ന ഒരു പ്രവാചകനായിരുന്നു മുഹമ്മദ്. പ്രവാചക പരമ്പരയുടെ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ്. അപ്പോൾ ഈ പ്രവാചകനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പ്രധാന കാരണം നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങളിനെ ഒരിക്കലും പ്രവാചകൻ്റെ ആശയങ്ങൾ നമ്മളെ നിലനിർത്തുകയില്ല. ഏറ്റവും ഒന്നാമതായി പ്രവാചകൻ മനുഷ്യരോട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞ കുറേ നിരോധിച്ച കുറേ കാര്യങ്ങളുണ്ട്. എഴുത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ജോലിയൊക്കെ എവിടെയായിരുന്നു? ഞാൻ സർക്കാർ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കുന്ന ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന സമയത്താണ് എനിക്ക് സർക്കാർ ജോലി കിട്ടുന്നത്. കളക്ടറേറ്റിലാണ് അത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പത്രപ്രവർത്തനം പഠിക്കുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അലിഗറിൽ പോകുന്നു. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പോകും. ഞാൻ ഹിസ്റ്ററിയിൽ പൊളിറ്റിക്കൽ സയൻസിന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പോയി റിസർച്ച് ചെയ്യാനുള്ള പരിപാടി ആരംഭിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പത്രം തുടങ്ങുന്ന കാര്യം കോഴിക്കോട്ടുള്ള കുറേ സുഹൃത്തുക്കൾ എന്നെ സമീപിക്കുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് മാധ്യമ പത്രത്തിന് അങ്ങനെയാണ് ഞാൻ പത്രപ്രവർത്തനം തന്നെ പഠിക്കാൻ തീരുമാനിച്ചു. അലിഗറിൽ പത്രപ്രവർത്തനം പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഡൽഹിയിൽ വന്ന് അവിടെ 2-3 സിൻഡിക്കേറ്റ്സിൽ ഇൻ്റർനാഷണൽ സിൻഡിക്കേറ്റ്സിലൊക്കെ വർക്ക് ചെയ്തു. പിന്നീട് ഞാൻ കോഴിക്കോട് വന്ന് കുറച്ച് നാൾ ഈ മനോരമയിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മാധ്യമം പത്രം തുടങ്ങുന്നത്. മനസ്സിലായി? അത് ഒരുപാട് ചരിത്രമാണ്. അങ്ങനെ മാധ്യമ പത്രത്തിൻ്റെ ആദ്യം മുതലേ ഞാൻ ഉണ്ടായിരുന്നു. എൻ്റെ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ട്രെയിനിങ് കൊടുക്കുന്നതിനും പങ്ക് വഹിച്ചിട്ടുണ്ട്. അവസാനത്തെ ഇപ്പോൾ ലാസ്റ്റ് എഴുതിയ ധർമ്മവും സമാധാനവും അല്ലേ? ആദ്യം എഴുതിയത് നിബിമാനസം തന്നെ. അതിൻ്റെ 3 പതിപ്പുകൾ ഇറങ്ങിയല്ലോ. 3 പതിപ്പുകൾ. അപ്പോൾ ഇപ്പോൾ അവസാനം ഇറങ്ങിയത് ധർമ്മവും സമാധാനം. ആ പുസ്തകം എന്താണ്? കുറേ ലേഖനങ്ങളാണ്. അത് ലേഖനങ്ങൾ ഓരോന്നും ഓരോ എൻ്റെ ഈ പുസ്തകങ്ങളിലെല്ലാം ഒരു സെക്കുലർ ഔട്ട്ലുക്ക് കാണാൻ പറ്റും. അതായത് എൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്തവരും അതിന് പിന്നെ അവതാരിക എഴുതിയത് നിബിമാനസത്തിൻ്റെ ഒന്നാമത്തെ അവതാരിക എഴുതിയത് MK സാനുമാഷാണ്. അവരെല്ലാം തന്നെ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 2ാമത്തെ എഡിഷൻ പ്രകാശനം ചെയ്തത് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറാണ്. മനസ്സിലായില്ല? അപ്പോൾ അവരും ഇത് വായിച്ചിട്ട് ഭയങ്കരമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിലെല്ലാം തന്നെ ഈ സെക്യുലർ ഔട്ട്ലുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. മനുഷ്യരെല്ലാം ഒന്നാണ്. അവർ പറയുന്ന ആശയങ്ങൾ, അവർ മുമ്പോട്ട് വയ്ക്കുന്ന പ്രഭാതഗീതങ്ങൾ പോലും മനുഷ്യർ ഒന്നാണെന്ന് വിളിച്ച് പറയുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ ലേഖനങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളത്. ആ ലേഖനങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലായി. ഈ 400ഓളം ഇംഗ്ലീഷ് കവിതകളൊക്കെ രചിച്ചിട്ടുണ്ട്. എങ്ങനെ? 400ഓളം ഇംഗ്ലീഷ് കവിതകൾ ഇംഗ്ലീഷ് കവിതകൾ എഴുതാൻ ആദ്യമായി എഴുതുന്നത് അത് കവിതകളാണോ എന്നൊന്നും ഗദ്യ കവിതകളായ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രചോദനമൊന്നുമില്ല. എനിക്ക് തോന്നും, അപ്പം ഞാൻ എഴുതും. അല്ലാതെ ഇന്നതാണെന്ന് ഒരു പർപ്പസ് ആയിട്ട്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്. നമ്മളൊരാളോട് അങ്ങോട്ട് റെസ്പെക്ട് ചെയ്താൽ നമ്മൾ ഇങ്ങോട്ട്.
അത് തന്നെ ഞാൻ ഒരു കവിത ആക്കിയിട്ടുണ്ട്. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്, ഡോണ്ട് റെസ്പെക്ട് വിത്തൗട്ട് റെസ്പെക്ട് അതേഴ്സ്. മനസ്സിലായില്ല? നമ്മൾ മറ്റുള്ളവരെ, നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്താൽ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവും. നമ്മളെ ആരെയും റെസ്പെക്റ്റ് ചെയ്യാൻ തയ്യാറില്ല, അതേസമയം എല്ലാവരും എന്നെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. മനസ്സിലായി? ഡോണ്ട് എക്സ്പെക്ട്, അങ്ങനെ പ്രതീക്ഷിക്കരുത്. റെസ്പെക്ട് ഫ്രം അതേഴ്സ് വിത്തൗട്ട് റെസ്പെക്ട് അതേഴ്സ്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ, വായനയിലൂടെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിനെ ഒരു കവിത സ്വരത്തിൽ എഴുതിയിട്ടുള്ളതാണ് എൻ്റെ ഇംഗ്ലീഷിലുള്ള ഇതെല്ലാം. അതിപ്പോൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞു അങ്ങനെയുള്ള അതാണ്. 400 ഒരുപാട് എഴുതിയിട്ടുണ്ട്. എത്ര എഴുതിയിട്ടുണ്ടെന്ന് തന്നെ എനിക്കല്ല. ശരിക്കും വിദ്യാഭ്യാസവും ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ എഴുതിയത്, അതിനിടയിലാണോ എഴുതിയത്? അല്ല, അതിനിടയിലൊക്കെ ഞാൻ എഴുതുമായിരുന്നു, പക്ഷെ അതൊന്നൊരു പുസ്തകമായി രൂപപ്പെട്ടിട്ടില്ല. ഈ നബിമാനസം എഴുതുന്നതിൽ ഒരു പ്രധാന ഘടകത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഈ നബിയെക്കുറിച്ചുള്ള അതായത് വേൾഡ് മേജർ റിലീജിയൻസ് ആൻഡ് ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ എനിക്ക് പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിൽ എൻ്റെ പ്രൊഫസർ അദ്ദേഹം ഇത് വിശദീകരിക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തിയിരുന്നു. അതായത് അത് ഫിലിപ്പ് എ ഹിറ്റിയുടെ അറബ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് അധികം ഇസ്ലാമിക് ഹിസ്റ്ററിക്ക് പഠിപ്പിക്കുന്നത്. ആ പുസ്തകത്തിൽ പറയുന്ന ചില ഡയലോഗ് എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിലിങ്ങനെ പറയുന്നു, അതായത് മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ ആശയം പ്രചരിപ്പിച്ചത് അദ്ദേഹം ഒരു റിച്ച് വിഡവെ വിവാഹം കഴിച്ചതിന് ശേഷം ആ റിച്ച് വിഡവയുടെ സമ്പത്ത് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയതാണ് അദ്ദേഹം ഒരു വലിയ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം വളരാൻ കാരണമെന്ന് അദ്ദേഹം. അതുമാത്രമല്ല, ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത്. മനസ്സിലായി? അപ്പം ഞാനിത് പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാറേ ഇത് തെറ്റായ സാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. സാർ ഇന്നടത്തുനിന്ന് എടുത്തിട്ട് സ്പോട്ട് ചെയ്തതാണ്. അത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എഴുതിയ പുസ്തകമാണ്. ഓറിയൻ്റലിസ്റ്റുകൾ ഉണ്ടാക്കിയ പുസ്തകമാണ്. ഓറിയൻ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്ററേനിയൻ റീജിയൻ ഇപ്പുറത്തുള്ള ആളുകളുടെ ചരിത്രവും അവരുടെ ചിന്താഗതിയും അവരുടെ ജീവിത ശൈലിയും പഠിച്ചതിന് ശേഷം അവർക്ക് താല്പര്യമുള്ള രൂപത്തിൽ ചരിത്രത്തെ അവർ തന്നെ എഴുതി പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സിസ്റ്റമാണ് ഓറിയൻ്റൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ ആണ് നമ്മളും ഇന്ത്യയും ഈ മൂന്നാം ലോക രാജ്യങ്ങളും പ്രത്യേകിച്ച് ഏഷ്യയും ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് സെക്കൻഡ് ഇൻഫർമേഷൻസാണ് കിട്ടുന്നത്, ഫസ്റ്റ് ഇൻഫർമേഷൻ എവരുണ്ടാക്കി തരുന്ന ഇൻഫർമേഷൻസും ശാസ്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് പറയാൻ, നമ്മൾ ഒന്നാമതായി ചിന്തിക്കാൻ പറ്റില്ല, നമുക്ക് രണ്ടാമതായി നിൽക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും അവരെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥ. ഇത് തെറ്റാണ്. സത്യത്തെയും അസത്യവും കൂട്ടിക്കലർത്തി സത്യമാണെന്ന് അവതരിപ്പിക്കുന്ന രീതിയാണ്. നമുക്ക് തോന്നുന്നത് അത് ശരിയാണല്ലോ, പക്ഷെ യഥാർത്ഥത്തിൽ അത് ശരിയല്ല. അതാണ് കാര്യം. അപ്പോൾ ആ സംഗതി ഞാൻ അന്ന് എൻ്റെ പ്രൊഫസറോട് പറഞ്ഞു. പ്രൊഫസർ പറഞ്ഞു, ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാൻ വായിച്ചതിന് സോറി എന്ന് പറഞ്ഞ് ഞാൻ ശരിക്കുള്ള കാര്യങ്ങൾ കൊണ്ട് കാണിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പ്രൊഫസറായിരുന്നു, പക്ഷെ അദ്ദേഹം സത്യത്തെ അംഗീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞ മകന് അപ്പം അത്ര വിഷയം സംസാരിക്കാൻ വരുമ്പോൾ എൻ്റെ നോക്കിയിട്ട് പറയും, മകന് അഭിപ്രായം പറയാം. അങ്ങനെ ഒരു ചോദ്യം എനിക്കുണ്ടായിരുന്നു. അപ്പം ഇതേ സംഭവം തന്നെ വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ട് ഞാൻ ഇപ്പോഴും കോഴിക്കോടുണ്ടായിരുന്ന അദ്ദേഹം കാണാൻ പോകും. എനിക്ക് സമയം കിട്ടുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ വളരെ നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് മാതൃഭൂമിയിൽ ട്രൂ പ്രോഫറ്റ് ഓഫ് ദ ഡെസർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകത്തിൻ്റെ റിവ്യൂ വന്നിരുന്നു. ട്രൂ പ്രോഫറ്റ് ഓഫ് ദ ഡെസർട്ട് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ്റെ
കുറിച്ചുള്ള ഒരു ചരിത്ര പുസ്തകത്തിൻ്റെ റിവ്യൂ വന്നിരുന്നു. അതിൽ ഈ പറഞ്ഞ മാതിരി പ്രവാചകനെ വഷളാക്കിക്കൊണ്ട് പ്രവാചകൻ ഒരുപാട് പെണ്ണ് കെട്ടുന്നവനാണ്, അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് സൂര്യഗോപിതനായി ജീവിച്ച ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കഥകൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ വളരെ വിശാലമായി നിരൂപണം ചെയ്ത് അതിനൊരു ഇത് വന്നു. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നെ ഞാൻ ചെന്ന് ഇപ്പം അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകത്തിൻ്റെ ഇങ്ങനെ ഈ പുസ്തകത്തിൻ്റെ സത്യാവസ്ഥ അറിയാമോ എന്ന് പറഞ്ഞ് എൻ്റെ ചോദിച്ചു. എൻ്റെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ പ്രവാചകനെക്കുറിച്ച് കഥ എഴുതുന്നവരിൽ ഭൂരിപക്ഷം തെറ്റായി കഥ എഴുതുന്ന ഭൂരിപക്ഷം ഒരു വൈരാഗ്യത്തിൽ എഴുതും. അങ്ങനെ വൈരാഗ്യത്തിൽ എഴുതിയ ഒരു പ്രവാചകൻ്റെ ട്രൂ പ്രോഫറ്റ് ഓഫ് ദി ഡെസർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രവാചക ചരിത്ര കഥയുടെ യഥാർത്ഥത്തിലുള്ള പ്രചോദനം ഞാൻ പറഞ്ഞു തരട്ടാന്ന് ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ, അയാൾ പാരീസിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ, അവിടെ ഡാൻസ് ചെയ്ത ഒരു പെൺകുട്ടിയുമായി ഡാൻസ് ചെയ്യാനായി ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ആ നൈറ്റ് ക്ലബിൽ ചെന്നിട്ട് അവളുമായി ഡാൻസ് ചെയ്യാൻ ഇയാൾ ആഗ്രഹിച്ചു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞ്, ഇന്ന് പറ്റില്ല, നിങ്ങൾ ഇന്ന ദിവസം വരുമ്പോൾ എനിക്കൊരു നല്ല ഗിഫ്റ്റ് കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതെന്ത് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ എഴുത്തുകാരൻ പോയി. അവൾ പറഞ്ഞ ദിവസം ഒരു നല്ല ഗിഫ്റ്റുമായി അയാൾ വന്നപ്പോൾ ഇവള് ഒരു അറബിയുമായി നൃത്തം ചെയ്യുന്നതാണ്. ഇയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. മനസ്സിലായി? ഭയങ്കരമായിട്ട് അയാൾ ഭയങ്കരമായി ആഗ്രഹിച്ചു വന്നില്ല. അപ്പോൾ അയാൾ ഈ അവളെ നൃത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളുടെ അടുത്ത് പോയി ചോദിച്ചു, നീ എന്ത് തെമ്മാടിത്തരമാണ് കാണിച്ചത്? നീ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിനക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ ഞാൻ എന്തെല്ലാം എൻ്റെ സമ്പാദ്യത്തിൽ നല്ലൊരു ശതമാനം ഉപയോഗിച്ചിട്ട് ഞാൻ ഡയമണ്ടിൽ ഒരു സാധനം വാങ്ങിക്കൊണ്ടാണ്. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഈ ഡയമണ്ട് ആർക്ക് വേണം? ഞാൻ നൃത്തം ചെയ്ത ആ അറബി എനിക്ക് തന്നിരിക്കുന്ന സാധനം എല്ലാം നോക്കുന്നു പറഞ്ഞിട്ട് അവളൊരു വലിയൊരു നെക്ലസ് എടുത്തു. ഞാൻ അയാളോട് നൃത്തം ചെയ്യുന്നു, ഇയാളെ ഈ ഇതിലൂടെ നൃത്തം ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് ഭയങ്കര വിരോധം. അപ്പോൾ അയാൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തു, ഇവരെ പിന്നെ ഈ അറബികളെ വിഷമിപ്പിക്കാൻ പറ്റുന്ന വഴി എന്താണെന്ന് അയാൾ ആലോചിച്ചപ്പോൾ അവരെ പ്രവാചകനെക്കുറിച്ച് എഴുതാനുള്ളതാണ്. അങ്ങനെയാണ് പ്രവാചകനെക്കുറിച്ച് അയാൾ എഴുതിയ ട്രൂ പ്രോഫറ്റ് ഓഫ് ദി ഡെസർട്ട് എന്ന് പറഞ്ഞാൽ അയാൾ വേറൊരു പുസ്തകം എഴുതി. മനസ്സിലായി? അങ്ങനെ പ്രവാചകനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വൈരാഗ്യവും വിരോധവും ശത്രുതയും കൊണ്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആക്ടിവിറ്റീസ്, ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ്? ഇപ്പോൾ ഇതില്ലേ, ഇപ്പോൾ ഇവിടെ ഇതൊരു IT കമ്പനിയാണ്. എന്നെ ഈ പിന്നെ എൻ്റെ പെന്നയിൽ തന്നെ പി മാഹിൻ കുൽസോം. അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നത്. അപ്പോൾ കുൽസം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പേരാണ്, ഉമ്മയുടെ പേരാണ്. ഞാൻ ഇപ്പോൾ ഈ കമ്പനിയുടെ പേരും കുൽസം IT സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡാണ്. ഇതൊരു IT കമ്പനിയാണ്. ഇവിടെ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ലോകത്തെ ഒരുപാട് വലിയ ആമസോൺ പോലുള്ള വലിയ കമ്പനികൾക്ക് അവരുടെ വെയർ ഹൗസിങ്ങുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു സോഫ്റ്റ്വെയറാണ് SAPയുമായി ബന്ധപ്പെട്ട. SAP എന്ന് പറഞ്ഞൊരു കമ്പനി തന്നെയുണ്ട്, ജർമ്മൻ കമ്പനിയാണ്. അത് ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരും SAP എന്നാണ്. മനസ്സിലായി? അതിൻ്റെ ഒരു പാർട്ടിലുള്ള ഒരു പ്രത്യേക ഈ വെയർ ഹൗസിങ്ങിന് വേണ്ടിയുള്ള ഒരു പിന്നെ സോഫ്റ്റ്വെയറുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില പ്രോജക്റ്റുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിൻ്റെ ചെയർമാനാണ്. ഇനി എന്താ അറിയണ്ടേ? എഴുത്തും വായനയും എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പേരും പ്രശസ്തിയൊന്നും ആഗ്രഹിക്കാത്ത ഒരു എഴുത്തുകാരൻ്റെ മുന്നിലാണ് നമ്മൾ ഇത്രയും നേരം
അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് ഓരോ വാക്കുകളും, ഈ പറയുന്ന ഓരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ എഴുതിയിരുന്ന പശ്ചാത്തലവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാനിതിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ.